കമൽഹാസൻ ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് മധുര കോടതിയിൽ ഹർജി. തൃഷ നായികയാകുന്ന വെബ് സീരീസ് റിലീസിന് തയ്യാറെടുക്കുന്നു. തൃഷ പ്രധാന വേഷത്തിലെത്തുന്ന സീരീസിന്റെ ടീസർ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ്. സൂര്യ നായകനാകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം കങ്കുവയെക്കുറിച്ചുള്ള ഒരു രഹസ്യം നിർമ്മാതാവ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. കമൽഹാസന്റെ പുതിയ സിനിമ ഇന്ത്യൻ 2 റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുകയാണ്. മധുര സ്വദേശി ആശാൻ രാജേന്ദ്രൻ എന്ന ആളാണ് സിനിമയുടെ റിലീസിനെതിരെ മധുര കോടതിയിൽ ഹർജി നൽകിയത്. സിനിമ തിയേറ്ററുകളിലോ OTT പ്ലാറ്റ്ഫോമുകളിലോ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി കോടതി വ്യാഴാഴ്ചയാണ് പരിഗണിക്കുക. വെള്ളിയാഴ്ചയാണ് ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. കമൽഹാസൻ അഭിനയിച്ച 1996 ഇറങ്ങിയ ഇന്ത്യൻ സിനിമയുടെ 2ാം ഭാഗമാണ് ഇത്. ശങ്കറാണ് സിനിമയുടെ സംവിധായകൻ. മധുരയിലെ HMS കോളനിയിലുള്ള ആയോധനകല ഗവേഷണ അക്കാദമിയിലെ വർമ്മകലയിലെ മുഖ്യ അധ്യാപകനാണ് ആശാൻ രാജേന്ദ്രൻ. ഇന്ത്യൻ സിനിമയിൽ കമൽഹാസന് വർമ്മകലയുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കുകൾ ആശാൻ രാജേന്ദ്രനാണ് പഠിപ്പിച്ചു നൽകിയത്. സിനിമയിൽ ഇദ്ദേഹത്തിന്റെ പേരും ക്രെഡിറ്റിൽ നൽകിയിരുന്നു. എന്നാൽ ഇന്ത്യൻ 2 ഈ ടെക്നിക്കുകൾ തന്റെ അറിവില്ലാതെ സിനിമയിൽ ഉപയോഗിച്ചുവെന്നാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഇന്ത്യൻ 2 അനിരുദ്ധ് രവിചന്ദറാണ് സംഗീതമൊരുക്കുന്നത്. സമുദ്രകനി, ബോബി സിൻഹ, കാജൽ അഗർവാൾ, സിദ്ധാർത്ഥ്, രാകുൽ പ്രീത് സിംഗ്, പ്രിയ ഭവാനി ശങ്കർ തുടങ്ങിയവർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. തമിഴകത്തെ മാത്രമല്ല മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരമാണ് തൃഷ. അടുത്ത കാലത്ത് വിജയ് നായകനായ ഹിറ്റ് ചിത്രം ലിയോയിലടക്കം നായികയായി തൃഷ വീണ്ടും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയിരുന്നു. തൃഷ നായികയാകുന്ന ഒരു പുതിയ വെബ് സീരീസ് റിലീസിന് തയ്യാറെടുക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത. തൃഷ പ്രധാന വേഷത്തിലെത്തുന്ന ബൃന്ദയുടെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പോലീസ് അന്വേഷണത്തിന്റെ കഥ ബൃന്ദയിൽ പ്രമേയമാകുമ്പോൾ സീരീസിന്റെ റിലീസ് ഓഗസ്റ്റ് 2-നാണ്. തൃഷയ്ക്ക് പുറമെ ബൃന്ദ എന്ന സീരീസിൽ സായ്കുമാർ, ഇന്ദ്രജിത്ത് എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. സംവിധാനം നിർവഹിക്കുന്നത് സൂര്യ വങ്കലയാണ്. ആന്ധ്രയിലെ യഥാർത്ഥ സംഭവങ്ങൾ പ്രചോദനമാക്കിയുള്ള സീരീസിൽ പോലീസ് വേഷത്തിലാണ് തൃഷ എത്തുന്നത്. അതോടൊപ്പം തന്നെ ദളപതി വിജയുടെ ലിയോയുടെ വിജയാഘോഷ ചടങ്ങിൽ നായിക തൃഷ വേദിയിൽ സംസാരിച്ചപ്പോൾ പങ്കുവച്ച കാര്യങ്ങളും ഏറെ ചർച്ചയായിരുന്നു. സത്യ എന്ന നായിക കഥാപാത്രമാകാൻ തന്നെ ലിയോയിലേക്ക് തിരഞ്ഞെടുത്തതിന് ലോകേഷ് കനകരാജിനോട് നന്ദിയുണ്ടെന്ന് തൃഷ പറഞ്ഞു. ലിയോയിൽ എന്നെ കൊല്ലാതിരുന്നതിൽ സന്തോഷമുണ്ട്. LCUവിൽ എന്നെയും ഉൾപ്പെടുത്തിയത് അംഗീകാരമാണെന്നും താരം വ്യക്തമാക്കി. ലിയോയിൽ പാർത്ഥിബൻ എന്ന നായക കഥാപാത്രമായിരുന്നു വിജയുടേത്. തൃഷയുടെ സത്യ പാർത്ഥിബന്റെ ഭാര്യ എന്ന കഥാപാത്രമായിട്ടായിരുന്നു ലിയോയിൽ ഉണ്ടായിരുന്നത്. വിജയുടെ നായികയെ 14 വർഷങ്ങൾക്ക് ശേഷം തൃഷ എത്തിയപ്പോൾ ലിയോ എന്ന സിനിമ വൻ ഹിറ്റായി മാറിയിരുന്നു. കൊല്ലാതിരുന്നതിൽ സന്തോഷം എന്ന് തൃഷ പറയുമ്പോൾ ആരാധകർ കണ്ടെത്തുന്ന സൂചന സത്യ എന്ന കഥാപാത്രം LCയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്തായാലും ലിയോയും സത്യയുമൊക്കെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ എത്തുമ്പോൾ ആവേശം വാനോളമാകും എന്നതും കരുതപ്പെടുന്നുണ്ട്. പ്രഖ്യാപനം മുതൽക്കേ പ്രേക്ഷകരിൽ ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു ചിത്രമാണ് കങ്കുവ. സൂര്യ നായകനാകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന പ്രത്യേകത കങ്കുവയ്ക്കുണ്ട്. ബോക്സ് ഓഫീസിലും സൂര്യയ്ക്ക് നേട്ടമുണ്ടാക്കാൻ ചിത്രം സഹായിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. രഹസ്യങ്ങൾ നിറഞ്ഞ കങ്കുവയുടെ 2ാം ഭാഗം ഉണ്ടാകുമെന്ന് നിർമ്മാതാവ് സ്ഥിരീകരിച്ചതും ചർച്ചയാവുകയാണിപ്പോൾ. കങ്കുവ 1-നൊപ്പം 2ാം ഭാഗത്തിന്റെയും കഥ പൂർത്തിയായിട്ടുണ്ടെന്നാണ് നിർമ്മാതാവ് വ്യക്തമാക്കിയത്. കങ്കുവ 2-ലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കാൻ ചിത്രത്തിൽ ആവേശഭരിതരാക്കുന്ന ഘടകങ്ങൾ ഉണ്ടാകുമെന്നാണ് നിർമ്മാതാവ് വ്യക്തമാക്കിയത്. കങ്കുവ 2ന്റെ ചിത്രീകരണം എപ്പോഴായിരിക്കുമെന്നും നിർമ്മാതാവ് സൂചിപ്പിച്ചു. കങ്കുവയുടെ 2ാം ഭാഗം 2026-ൽ തീർക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് KE ജ്ഞാനവേൽ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. സംവിധാനം നിർവഹിക്കുന്നത് സിരുത്തെ ശിവയാണ്. സൂര്യ നായകനായ കങ്കുവയിലെ യുദ്ധരംഗം വൻ ക്യാൻവാസിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. 10,000 ആളുകൾ ആ യുദ്ധരംഗത്ത് വേഷമിടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കങ്കുവ എന്ന ചിത്രം 3Dയിലാകും എത്തുക എന്നാണ് റിപ്പോർട്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് OTT റൈറ്റ്സ് നേടിയത് എന്നതും സൂര്യയുടെ ചിത്രം കങ്കുവയിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നടനെന്ന നിലയിൽ കങ്കുവ സിനിമ വലിയ അനുഗ്രഹമാണെന്ന് സൂര്യ വ്യക്തമാക്കിയിരുന്നു. പ്രതീക്ഷയേറെയുള്ള കങ്കുവയുടെ ചിത്രീകരണം ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടതായിരുന്നു എന്നായിരുന്നു നേരത്തെ താരം ചൂണ്ടിക്കാട്ടിയത്. അറിയാത്ത ഒരു പ്രദേശത്ത് നടക്കുന്ന കഥയായതിനാൽ കങ്കുവ പ്രധാനപ്പെട്ടതാണെന്നും സൂര്യ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ കങ്കുവ ഏതാണ്ട് 150 ദിവസത്തിൽ അധികം എടുത്താണ് ചിത്രീകരിച്ചതെന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നതെന്നുമായിരുന്നു വ്യക്തമാക്കിയത്.